ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയുടെ റെസിപ്പിയാണ്. ഒട്ടും കുഴഞ്ഞു പോകാതെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു 1/4 കിലോ വെണ്ടയ്ക്കയാണ്. വെണ്ടയ്ക്ക എടുക്കുമ്പം എപ്പോഴും നല്ല പിഞ്ച് വെണ്ടയ്ക്ക എടുക്കുക, ഒത്തിരി മൂത്ത വെണ്ടയ്ക്ക എടുക്കരുത്. ഇനി ഈ വെണ്ടയ്ക്ക നന്നായിട്ട് കഴുകിയിട്ട് നമുക്കൊന്ന് തുടച്ചെടുക്കണം. വെള്ളമയം ഒന്നും കാണാൻ പാടില്ല. വെള്ളമയം ഉണ്ടെങ്കിൽ നമ്മുടെ മെഴുക്കുവരട്ടി കുഴഞ്ഞു പോകും. അത് കാരണം ഒരു ടിഷ്യൂ പേപ്പറോ അതോ അല്ലെങ്കിൽ ഒരു തുണിയോ വെച്ചിട്ട് നമ്മുടെ വെണ്ടയ്ക്ക നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുക. നന്നായിട്ട് തുടച്ചെടുത്ത ശേഷം നമുക്കിത് വട്ടത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുക്കണം. കനം കുറച്ചാണ് അരിഞ്ഞെടുക്കേണ്ടത്. അപ്പം ഞാനിത് എല്ലാം ഒന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം. അപ്പോൾ അതാ നമ്മുടെ വെണ്ടയ്ക്കയെല്ലാം അരിഞ്ഞെടുത്ത് വെച്ചു. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി ഒരു ഇടിക്കണ സംഭവമോ അതും അല്ലെങ്കിൽ ഒരു മിക്സി ബൗളോ അരകല്ലോ ഏതെങ്കിലും ഉപയോഗിച്ചിട്ട് നമുക്ക് കുറച്ച് ചെറിയുള്ളി ഒന്ന് ചതച്ചെടുക്കണം. ഞാനിവിടെ ഒരു 10 ചെറിയുള്ളിയാണ് എടുത്തേക്കണത്. ഞാനിവിടെ ഇടിക്കുന്ന സംഭവം ഉണ്ടല്ലോ അതിലാണ് ചതച്ചെടുക്കുന്നത്. നമ്മുടെ ഉള്ളി ഒത്തിരി അങ്ങ് ചതഞ്ഞു പോകരുത്, ജസ്റ്റ് ഒന്ന് ക്രഷായാൽ മതി. ഇതാ ഈ ഒരു പരുവത്തിനൊന്ന് ചതച്ചെടുക്കുക. ഇത് നമുക്ക് ഇവിടെ മാറ്റി വയ്ക്കാം. ഇനി ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുക്കുക. പാൻ ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യുക. വെളിച്ചെണ്ണ ഉപയോഗിക്കുമ്പോൾ ഉള്ള ടേസ്റ്റ് നമ്മുടെ സൺഫ്ലവർ ഓയിലൊന്നും ഉപയോഗിക്കുമ്പോൾ കിട്ടത്തില്ല. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് എണ്ണ എടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ ചതച്ച് വെച്ചില്ലേ ചെറിയ ഉള്ളി, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറേ കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഒരു 2 തണ്ട് എടുത്തിട്ടുണ്ട്. ഇനി ചെറിയുള്ളി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലൊരു ഗോൾഡൻ കളർ ആകുന്ന വരെ നമുക്കിത് വഴറ്റിയെടുക്കാം. ഇപ്പോൾ അതാ നമ്മുടെ ചെറിയുള്ളി അത്യാവശ്യം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ചെറുതായിട്ടൊരു ഗോൾഡൻ കളറൊക്കെ ആയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് എരിവിന് ആവശ്യമായിട്ടുള്ള മുളകാണ്. ഞാനിവിടെ ചതച്ച മുളകാണ് യൂസ് ചെയ്യണത്. നമുക്ക് കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുമല്ലോ വറ്റൽ മുളക് ചതച്ചത്. ഇതിന് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് മുളക് പൊടി യൂസ് ചെയ്യാം. പക്ഷേ കൂടുതൽ ടേസ്റ്റ് നമ്മൾ ചതച്ച മുളക് ചേർക്കുമ്പോഴാണ്. ഈ മുളകും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. 1 മിനിറ്റോളം ഒന്ന് വഴറ്റിയിട്ട് ഇതിൻ്റെ പച്ചമണം മാറുമ്പോൾ വേണം നമുക്കിതിലേക്ക് നമ്മുടെ വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. മുളക് ചേർക്കുമ്പോൾ തീ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. നമ്മുടെ മുളകൊന്നും കരിഞ്ഞു പോകാൻ പാടില്ല. ഇപ്പോൾ അതായത് ഇതിൻ്റെ പച്ചച്ചൊവയൊക്കെ മാറിയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ വെണ്ടയ്ക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെണ്ടയ്ക്ക ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമ്മുടെ ഉള്ളിയുടെ മിക്സും വെണ്ടയ്ക്കയും കൂടെ നന്നായിട്ടൊന്ന് യോജിച്ച് വരണം. ഇപ്പോൾ അതാ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് ഉപ്പാണ്. നമുക്കിടെ വെണ്ടയ്ക്കയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എണ്ണ കുറവാണെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കാം. തീ ഇപ്പം മീഡിയം ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. ഇനി നമുക്ക് വെണ്ടയ്ക്ക നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. വെണ്ടയ്ക്ക ഇനി അടച്ചൊന്നും വെക്കരുത്, തുറന്ന് തന്നെ വെച്ച് ഫ്രൈ ആക്കി എടുക്കുക. അടച്ചു വെച്ചാൽ നമ്മുടെ വെണ്ടയ്ക്ക നന്നായിട്ട് കുഴഞ്ഞു പോകും. അത് കാരണം തുറന്ന് വെച്ചിട്ട് ഇളക്കി കൊടുക്കുക. കണ്ടിന്യൂസ് ആയിട്ടൊന്നും ഇളക്കണ്ട, ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. എന്നിട്ട് നിങ്ങൾക്ക് എന്തോരം ക്രിസ്പി ആകണം അത്രയും സമയം വഴറ്റി കൊടുക്കുക. ചിലർക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയാണ് ഇഷ്ടം. ചിലർക്ക് ചെറുതായിട്ടൊന്ന് വാടിയാലും മതി. ഞാനിവിടെ അത്യാവശ്യം നന്നായിട്ട് ക്രിസ്പി ആക്കി എടുക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഫ്രൈ ആക്കി എടുക്കുക. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി. ഈ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയും കുറച്ച് തൈരും മാത്രം മതി നമുക്ക് വയറ് നിറച്ച് ചോറുണ്ണാൻ. ഒട്ടും കുഴഞ്ഞു പോയിട്ടില്ല. നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്.
അപ്പോൾ ഇനി പുതിയ റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു സോ മച്ച്. ബൈ.